പ്രേക്ഷകർ ഏറെ നാളായി കാത്തിരുന്ന സംഭവം ബിഗ് ബോസിൽ നടന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ഭൂരിഭാഗം പ്രേക്ഷകരും അത് ആഗ്രഹിച്ചില്ല എന്ന് വേണം പറയാൻ. നൂറയും ആദിലയും അനു അടിച്ചു പിരിഞ്ഞു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അക്ബർ, നെവിൻ, ആര്യൻ ഈ മൂവർ സംഘത്തെ ആരും പുറത്തായതോടുകൂടി അത് പൊളിച്ചെഴുതുകയായിരുന്നു ആരാധകർ എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ എല്ലാവരുടെയും ലക്ഷ്യം അതിനുശേഷം അനുമോളും ആദിലയും നൂറയുമാണെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഡ്രാമ അതിനിടയിൽ ഉണ്ടാകുമെന്ന് ആരും കരുതിയിരുന്നില്ല. നിന്റെ തനി സ്വഭാവം ഞങ്ങൾക്ക് മനസ്സിലായി, അത് മനസ്സിലാക്കി തന്നു, വളരെ നന്ദിയുണ്ട് എന്ന് നൂറ അനുമോളോട് പറയുന്നതായി വീഡിയോയിൽ കാണുന്നുണ്ട്. ആദില ഇത് പറയുന്നുണ്ട്. ഇത് പറഞ്ഞു കഴിഞ്ഞ് അനുമോൾ കരയുന്നത് കണ്ടപ്പോൾ ആരാധകർക്ക് ഇത് അല്പം സീരിയസ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇതോടെ പ്രേക്ഷകരെല്ലാവരും വളരെയധികം പ്രശ്നത്തിലേക്ക് പോയി. നൂറ അനുമോളോട് പാത്രം കഴുകാൻ പറഞ്ഞിരുന്നു. എന്നാൽ അനുമോൾ അതിന് തയ്യാറായില്ല. ഇതാണ് വഴക്കിലേക്ക് എത്തിയതെന്ന് പറയുന്നു. അനുമോൾക്കൊപ്പം അനീഷ് നിന്നു. പാത്രം കഴുകേണ്ടത് ഷാനവാസാണെന്ന് അനീഷ് പറഞ്ഞു. അനുമോളുടെ ആരാധകർ ഒന്നടങ്കം ആദിലയ്ക്കും നൂറയ്ക്കും എതിരെ തിരിഞ്ഞിട്ടുണ്ട്. ഇത് വളരെയധികം പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ഇത് അനുമോളുടെ ഗെയിം സ്ട്രാറ്റജിയാണെന്ന് ആരാധകർ പറയുന്നുണ്ട്. ആദിലയ്ക്കും നൂറയ്ക്കും എതിരെ രൂക്ഷമായ വിമർശനമാണ് ആരാധകരിൽ നിന്ന് വരുന്നത്. ഇവർ നല്ല സുഹൃത്തുക്കളല്ല, ഇവന്മാർ പിരിയുന്നതാണ് നല്ലത്. ഇപ്പോഴെങ്കിലും അനുമോൾക്ക് ഇത് മനസ്സിലായല്ലോ, ഇവരാണ് ശരിക്കും ഫേക്ക്. അവൾമാരൊരിക്കലും അനുമോൾക്കൊപ്പം നിന്നിട്ടില്ല, മാറി നിന്ന് കുറ്റം പറയും. നൂറയ്ക്കും ആദിലയ്ക്കും അനുമോളോട് ഒട്ടും ആത്മാർത്ഥതയില്ല. അനുമോളാണെങ്കിൽ മാറി നിന്ന് കുറ്റം പറയുന്നത് പോലും കണ്ടിട്ടില്ല. എന്നാൽ പ്രേക്ഷകർ ശ്രദ്ധിച്ച മറ്റൊരു കാര്യമാണ്, ആദില അനുമോളുമായി വഴക്കുണ്ടാക്കിയപ്പോൾ കരഞ്ഞു, എന്നാൽ നൂറ കരഞ്ഞില്ല. ശക്തമായ നിലപാടോട് കൂടിയാണ് നൂറ അനുമോളോട് സംസാരിച്ചത്. ബിഗ് ബോസ് സീസൺ 7 അവസാന ആഴ്ചയിലേക്ക് കടന്നു പോവുകയാണ്. അനുമോൾ, നൂറ, ആതിര വളരെ ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്.